ഇടുക്കിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീന അടക്കം 3 പേർ മരിച്ചു. ഇന്നലെ രാത്രി 11:30-ഓടെയായിരുന്നു അപകടം. റീനയുടെ ഭർത്താവ് ബോസ്, ബന്ധു എബ്രഹാം എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ. പന്നിയാർകുട്ടിക്ക് സമീപം കുത്തനെ ഇറക്കവും കൊടുംവളവുമുള്ള ഭാഗത്തായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഇടയോടിയിൽ ബോസ്, ഭാര്യ റീന, ഇവരുടെ ബന്ധുവായ എബ്രഹാം എന്നിവരാണ് മരിച്ചത്. ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയാണ് മരിച്ച റീന. റീനയും ബോസും സംഭവസ്ഥലത്തും എബ്രഹാം രാജാക്കാട്ടെ ആശുപത്രിയിലുമാണ് മരിച്ചത്. വലിയ പാറക്കല്ലിനടിയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു റീനയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഞങ്ങളൊരു ഒറ്റക്കെട്ടുകൊണ്ടാണ് ഞങ്ങൾ ചെന്നിരുന്നത്. അതൊരു 10 മണിയാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ചെന്നപ്പോൾ 2 പേരുടെ കാര്യം അതുകൊണ്ട് മരണ നെറ്റിലും നല്ല ഗുരുതരാവസ്ഥയിലായിരുന്നു. കേട്ടോ, അത്യാവശ്യം ഈ അവരാറ്റെന്ന് പറഞ്ഞ ആൾക്ക് അത്യാവശ്യം എത്തിക്കാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയെ എടുത്തുകൊണ്ട് പോയത് ആദ്യമേ. റീന എന്ന് പറഞ്ഞ ആള് ഒരു കല്ല് കാലിലിരിക്കുമായിരുന്നു. ജീപ്പാണേലും അങ്ങനെ ഒരു ഉടക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു. ഉടക്കി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ജീപ്പ്. കുടിവെള്ള വിതരണത്തിനായി റോഡിൽ ഇട്ടിരുന്ന ഹോസിൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതായാണ് സൂചന. വീതി കുറഞ്ഞ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ഹോസുകൾ മണ്ണിട്ട് മൂടിയിരുന്നില്ല. ഹോസിൽ കയറി നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡിൽ നിന്ന് തെന്നിമാറി സമീപത്തെ പാറക്കെട്ടുകളിലും മരത്തിലും ഇടിച്ച് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. വലിയ ശബ്ദം കേട്ട നാട്ടുകാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ ബന്ധുവായ എബ്രഹാമിന്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു ബോസും റീനയും. ഇവരെ തിരികെ കൊണ്ടുവിടുന്നതിനിടെയായിരുന്നു അപകടം. ന്യൂസ് 18 ഇടുക്കി. വൈക്കത്ത് സഹോദരങ്ങൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ഒരാൾ മരിച്ചു. TV പുരം സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ശ്രീഹരിയുടെ സഹോദരൻ കാശിനാഥിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ റോഡരികിലെ വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും ബൈക്ക് പൂർണ്ണമായും കത്തിനശിക്കുകയും ചെയ്തു. മുത്തേടത്തുകാവ് പൈനിങ്കൽ റൂട്ടിൽ വീറ്റോ ജംഗ്ഷന് സമീപം ആയിരുന്നു അപകടം ഉണ്ടായത്. വൈക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തിരുവനന്തപുരം കല്ലാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വിതുര കല്ലാറിൽ ഇന്ന് വെളുപ്പിനെയാണ് കാട്ടാന ഇറങ്ങിയത്. ആന സർക്കാർ LP സ്കൂളിന്റെ മതിൽ തകർത്തു. കോമ്പൗണ്ടിൽ നിന്ന തെങ്ങ് മറച്ചിട്ടു. ഇടവേള.